ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്റ്റിയറിംഗിൽ ബലം കൊടുക്കരുത്. സ്റ്റിയറിംഗിൽ ബലം, നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ബലം കൊടുക്കാതെ നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട്, നിങ്ങളിപ്പോ ഏത് ഗിയറിലാണോ ഒരു വാഹനം കിടക്കുന്നത് ആ ഗിയറിൽ നിന്ന് ഏത് ഗിയറിലോട്ടാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഫസ്റ്റ് എവിടെയാണ്, സെക്കൻഡ് എവിടെയാണ്, തേർഡ് എവിടെയാണ്, ഫോർത്ത് എവിടെയാണ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഏത് ഗിയറിലാണെന്ന് പോകണം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കട്ടറും കുഴിയും പോലൊക്കെയാണ്. എന്ത് ചെയ്യുന്നു, ഞാൻ ആ ക്ലച്ച് ചവിട്ടി സ്ലോ ആക്കി ബ്രേക്ക് കൂടെ ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കാരണം ഈ സെക്കൻഡ് ഗിയർ കൊടുത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വാഹനം നിന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇപ്പം വാഹനം നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറ്റൊരു ഗിയർ ഇടരുത്. അതായത് വരുന്ന ഗിയറിൽ ഓടാൻ നിൽക്കരുത്. നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ ഇടുക. വണ്ടിക്ക് ചെറുതായിട്ട് ജീവനുണ്ട്. അപ്പൊ ഞാനൊരു 4ാമത്തെ ഗിയറിലാണ് വരുന്നത്. ആ 4ാമത്തെ ഗിയറിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ഒരു വാഹനത്തിന് ഒരു ചെറിയൊരു അനക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ എടുക്കാം. അല്ലാതെ ആ ഓടുന്ന റണ്ണിങ്ങിൽ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയും ചെയ്യരുത്. അപ്പൊ നമുക്ക് ഗിയറുകൾ ഇടുന്ന സമയത്ത് ഒരിക്കലും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഇടണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ ഏത് പോയിന്റ് ആണ് ഏത് ഗിയറിലോട്ടാണ് ഇടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എന്ത് ചെയ്യാം, നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആകെയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 8606190693 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.